ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയ ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് CBSEയിലെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ നിന്നുള്ള നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം, പലപ്പോഴും ടെക്സ്റ്റിൽ ഓർഡർ വൈസ് ആയിരിക്കില്ല ക്ലാസ് എടുക്കാൻ സാധ്യത. അതേപോലെ തന്നെ ഇത്തവണ പല ചാപ്റ്ററുകളും ക്യാൻസൽ ചെയ്തു പോകാനും അല്ലെങ്കിൽ പല ഭാഗങ്ങളും കട്ട് ചെയ്തു പോകാനും സാധ്യതയാണ്. പക്ഷെ നാഷണലിസം ഇൻ ഇന്ത്യ അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം. എൻ്റെ പേര് ഫാസിൽ ബാവ റാവുത്തർ. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു ക്ലാസ്സിലെ നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ എന്താണ് നാഷണലിസം എന്നൊരു വാക്കിനൊരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ദേശീയത. ഇന്ത്യൻ നാഷണലിസത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഫിക്സഡ് ബൗണ്ടറിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളായ നമ്മളെല്ലാവരും ആ രാജ്യത്തിനോട് നമുക്കുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ ആ നാട്ടുകാരാണ്, നമ്മൾ സഹോദരി സഹോദരന്മാരാണ്, എൻ്റെ ഒറിജിൻ ഇവിടെയാണ് എന്നൊക്കെയുള്ള നമ്മുടെ ആ ഒരു ഫീലിങ്ങിനെയാണ് നമുക്ക് എന്ത് പറയാം, നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു നാഷണലിസത്തിന് തുടക്കം കുറിച്ചത്, ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ വ്യക്തികൾക്ക് അതിൽ പങ്കുണ്ട്, 1920 ശേഷമുള്ള ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷനിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നാഷണലിസം ഇൻ യൂറോപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്. നമ്മൾ അവിടെ ജസ്റ്റ് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് യൂറോപ്പിലെ ദേശീയത അല്ലെങ്കിൽ നാഷണലിസം അവിടെ രാഷ്ട്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമുക്കറിയാം ഫ്രഞ്ച് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ യൂറോപ്പിലെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രാൻസിന്റെ ഫോർമേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ രാഷ്ട്രങ്ങളുടെ ഫോർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് എന്ത്, അവരുടെ ദേശീയത എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഹു ദേ വെയർ, അവരിലെ ജനങ്ങൾക്ക് തോന്നുവാൻ തുടങ്ങി. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഹു ദേ വെയർ, വാട്ട് ഡിഫൈൻ ദെയർ ഐഡന്റിറ്റി ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഞങ്ങൾ ഇന്നൊരു പ്രദേശത്തുള്ളവരാണ്, നമ്മൾ ആരാണ്, നമ്മളുടെ ഐഡന്റിറ്റി ഇന്നതാണ് എന്നൊക്കെ ഒരു തോന്നല് അവർക്കിടയിൽ വരാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ സിംബലുകൾ, ഐക്കൺസ്, സോങ്സ്, നമ്മൾ പറഞ്ഞു പ്ലഡ്ജുകൾ, അതേപോലെ പതാക, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ ആ ഫോം ചെയ്ത ബൗണ്ടറിക്കുള്ളിലെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് വരുവാനായിട്ട് തുടങ്ങി. ഓക്കെ, മേക്കിംഗ് ഓഫ് ദിസ് ന്യൂ നാഷണൽ ഐഡന്റിറ്റി വാസ് എ ലോങ് പ്രോസസ്. ഇതെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടന്നിട്ടുള്ള സംഭവങ്ങളല്ല, മറിച്ച് പല വ്യക്തികളുടെയും സ്ട്രഗിൾസിന്റെയും അല്ലെങ്കിൽ സമരങ്ങളുടെയും ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് എന്ത്, ഈ പറയുന്ന ദേശീയത അല്ലെങ്കിൽ ഈ നേഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻ ഇന്ത്യ മോഡേൺ നാഷണലിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആണ്. അതായത് നമ്മൾ യൂറോപ്പിലെ പറഞ്ഞു, അവിടെ രാഷ്ട്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേശീയത ഫോം ചെയ്തതെങ്കിൽ, നമ്മളുടെ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഭരണം. ഏകദേശം ഒരു 100ഓളം കൊല്ലം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു എന്ന് നമുക്ക് പറയാം. 1857 തുടങ്ങിയ ഭരണം പിന്നീട് അവർ 1947 വരെ എന്ത് ചെയ്തു, ഇവിടെ നിന്നിരുന്നു. അതിനു മുമ്പും അവരുടേതായ ഭരണം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി നമുക്ക് പറയാവുന്ന ഒരു 1857 to 1947 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണമാണ്. അവരെ നമ്മളാണ് പറയുന്നത് കൊളോണിയൽ ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള മൂവ്മെന്റുകളിൽ കൂടെയാണ് നമുക്ക് എന്ത് വന്നത്, ദേശീയതയെ പറ്റിയിട്ടുള്ള ഒരു അവബോധം വന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ആ ഒരു തോന്നല് തോന്നി തുടങ്ങിയത്. ഇനി എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ സോഷ്യൽ ക്ലാസ്സുകൾക്കും, ഉദാഹരണം ട്രൈബൽ പീപ്പിൾ ഉണ്ട്, ഗ്രാമത്തിലുള്ള ജനങ്ങളുണ്ട്, അതേപോലെ ടൗണിലുള്ള ജനങ്ങളുണ്ട്, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉണ്ട്, ബിസിനസ്മാൻമാരുണ്ട്, ഇവർക്കെല്ലാവർക്കും ഈ ഫ്രീഡത്തിനോടുള്ള ഐഡിയ ഒരേപോലെ ആയിരുന്നു. എന്തായിരുന്നു ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്നുള്ള ഐഡിയ? ഓക്കെ, അപ്പൊ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊളോണിയലൈസേഷൻ, കോളനിവൽക്കരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതിന്റെ എഫക്റ്റുകളും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ അവരുടെ ആശയങ്ങളും എന്ത് ചെയ്തിരുന്നു, വ്യത്യസ്തമായിരുന്നു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ അതേപോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോർഷൻ ആണ്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സംഘടന ഫോം ചെയ്തതിനു ശേഷം 1885 ഫോം ചെയ്യുന്നത്. ഓക്കെ, A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. W.C. ബാനർജിയാണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആവുമെന്ന് എനിക്കറിയാം, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഗാന്ധി കോൺഗ്രസും കൂടി ചേർന്ന് എങ്ങനെയാണ് ഈ ഒരു സമരത്തിനൊരു മാസ് സ്കെയിലിലോട്ട് എത്തിക്കാൻ തുടങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ
ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, ആ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ വാർ ക്രിയേറ്റഡ് എ ന്യൂ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിറ്റുവേഷൻ. അപ്പൊ ഏത് വാർ എന്നുള്ളൊരു തോന്നൽ നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1914 തുടങ്ങി 1919 വരെ നീണ്ടു നിന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അതില് നമ്മൾ ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുത്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്ത്യ ആ ടൈമിൽ ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് നമ്മളതിൽ നിന്നും പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ വാറിന്റെ സമയത്ത് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള അതേപോലെ സാമ്പത്തികപരമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വാസ് ഇൻക്രീസ്ഡ്. അതായത് ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ് വളരെയധികം കൂടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടാക്സുകൾ ഉയർത്താൻ തുടങ്ങി. കസ്റ്റം ഡ്യൂട്ടീസും ഇതൊക്കെ എന്ത് ചെയ്തു? റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇൻകം ടാക്സ് ഉൾപ്പെടുത്തി. അതിനുശേഷം ഡബിളിംഗ് ദ പ്രൈസസ് ബിറ്റ്വീൻ 1913 to 18 യുദ്ധത്തിന്റെ കാലഘട്ടം ഫോർ കോമൺ പീപ്പിൾ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒന്നാം ലോക മഹായുദ്ധത്തില് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഇന്ത്യ ആരുടെ കോളനി ആയിരുന്നു? ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അപ്പൊ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫൻസിൽ കൂടുതൽ ചെലവ് വന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോളനികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവര് സാധനങ്ങൾ ഉണ്ടാക്കി അവർക്ക് എത്തിക്കുന്നു. അതുകൂടാതെ നമ്മളിലോട്ട് ഇൻക്രീസ്ഡ് ടാക്സേഷനും കസ്റ്റം ഡ്യൂട്ടീസും ഇൻകം ടാക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്താനായിട്ടൊക്കെ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് പല വസ്തുക്കളുടെയും പൈസ ഇരട്ടിയാവാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന് അത് വളരെയധികം ബുദ്ധിമുട്ടിലോട്ട് നയിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ എന്ത് ചെയ്യുന്നു? ഫോഴ്സ്ഡ് റിക്രൂട്ട്മെന്റ്, അതായത് പട്ടാളത്തിലോട്ട് ആൾക്കാരെ എന്ത് ചെയ്തു? നിർബന്ധിച്ച് ചേർക്കുമായിരുന്നു. ഇത് റൂറൽ ഏരിയയിൽ ഭയങ്കര അധികം പ്രക്ഷോഭങ്ങൾക്കൊക്കെ വഴിതെളിച്ചു. ഇനി അതേപോലെ തന്നെ അതായത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ 1918 to 19 ആ കാലം, അതേപോലെ 2021 കാലഘട്ടത്തിൽ ഫുഡിന് അത്യാവശ്യമായി ഷോർട്ടേജ്, അതായത് നമ്മളുടെ ക്രോപ്പ് നാശം മൂലം എന്ത് ചെയ്തു? ഫുഡിന് ഷോർട്ടേജ് വരാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ വേറെ എന്തോ വരുന്നു? അവിടെ ഒരു ഇൻഫ്ലുവൻസ എപ്പിഡമിക്, പകർച്ചവ്യാധി. ഇൻഫ്ലുവൻസ ജസ്റ്റ് നമ്മുടെ ജലദോഷം ആ ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇതിലുള്ള ഇൻഫ്ലുവൻസ വൈറസ്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ജലദോഷം ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെയുള്ള ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു പകർച്ചവ്യാധി അവിടെ എന്ത് ചെയ്തു? പടർന്നു പിടിക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് കൊറോണ വൈറസ്. അപ്പൊ അതൊരു എപ്പിഡമിക് എന്ന് പറയുമ്പോൾ നമുക്ക് പാൻഡമിക് എന്ന് പറയും. അതായത് കോണ്ടിനെന്റുകൾ കടന്ന് അസുഖം ചെല്ലുകയാണെങ്കിൽ നമ്മൾ പാൻഡമിക് എന്ന് പറയും. അത് എപ്പിഡമിക് ആണെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മേഖലകളിൽ മാത്രം വരുന്നതാണ് എപ്പിഡമിക്. കൊറോണ ശരിക്കും എന്താ? ഒരു പാൻഡമിക് ആണ് നമുക്ക് പറയാം കേട്ടോ. അപ്പോ ഇനി അതിനുശേഷം 1921 സെൻസസ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 13 മില്യൺ ജനതകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ കൃഷിനാശവും അതേപോലെ പകർച്ചവ്യാധികളും ഒക്കെ ഇതായിട്ട് ആൾക്കാര് മരിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ കൂടുതൽ ആൾക്കാർ എന്ത് വിശ്വസിക്കാൻ തുടങ്ങി? അപ്പൊ യുദ്ധം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, യുദ്ധം കഴിയുന്നത് കൊണ്ട് നമ്മളുടെ ഹാർഡ്ഷിപ്പും അതോടുകൂടി മാറുമെന്ന് കരുതി. പക്ഷെ എന്ത് ചെയ്തില്ല? യുദ്ധം മാറിയിട്ടും ആൾക്കാരുടെ ദുരിതമൊന്നും എന്ത് ചെയ്തില്ല? അത്ര കുറഞ്ഞൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ആരുടെ കടന്നുവരവ് സംഭവിക്കുന്നത്? നമ്മളുടെ ഗാന്ധിജിയുടെ കടന്നുവരവ് വരുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിലോട്ട് വരുന്നത്. അദ്ദേഹം അതുവരെ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അവിടെ ഒരു വക്കീലായിട്ട് അദ്ദേഹം ജീവിതം നോക്കുകയായിരുന്നു. അതായത് 1915 ജാനുവരി 9 കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അദ്ദേഹം എത്തിയത്. ഈ ജാനുവരി 9 നമ്മൾ പ്രവാസി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമുക്കറിയാം, പ്രവാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവാസികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ 1915 ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലോട്ട് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഗാന്ധിജി ഇവിടെ മൂവ്മെന്റിലോട്ട്, ദേശീയ പ്രക്ഷോഭത്തിലോട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം കാലെടുത്ത് വെക്കുകയാണ്. അവിടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടുത്തെ വർണ്ണവിവേചനത്തിനെതിരെ, അവിടുത്തെ ആളുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വിജയിച്ചാണ്. അദ്ദേഹം സത്യാഗ്രഹം, നമ്മളിവിടെ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വളരെയധികം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നടത്തി വിജയിച്ച ഒരു സംഭവമാണെന്ത്? ഈ സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഇനി ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താ? അത് സത്യത്തിന് വേണ്ടി നിന്നത്, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലാണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ അക്രമമൊന്നുമില്ലാതെ സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് എന്ത്? സത്യാഗ്രഹ എന്ന് പറയുന്നത്. അതിലൊരു പറയുന്ന ഒരു പ്രധാന ഇതുണ്ട്, നമ്മളുടെ കാരണം സത്യമാണെങ്കിൽ, നമ്മളുടെ പ്രവർത്തനം
അനീതിക്കെതിരെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിജയം നമുക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് സത്യാഗ്രഹത്തിന്റെ പ്രധാന ഒരു പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഗാന്ധി ബിലീവ്ഡ് ദാറ്റ് ഐഡിയ ഓഫ് നോൺ വയലൻസ് കുഡ് യൂണിറ്റ് ഓൾ ഇന്ത്യൻസ്. നോൺ വയലൻസിൽ കൂടെ എല്ലാ ജനതയും ഗാന്ധിജിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, യുണൈറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാർ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകൾ വളരെയധികം മാറി. ഇൻക്രീസ്ഡ് ടാക്സേഷനും അതേപോലെ തന്നെ പ്രൈസിന്റെ ഡബിളിങ്ങും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ആ ടൈമിൽ തന്നെ വന്ന ഫാമിനും അതേപോലെ ഷോർട്ടേജ് ഇൻ ഫുഡും അതേപോലെയുള്ള ഇൻഫ്ലുവൻസ എപ്പിഡമിക്കും ഒരു 13 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, അപ്പൊ 13 ഏകദേശം 1.3 കോടി ജനങ്ങൾ എന്ത് ചെയ്തു 1921 സെൻസസ് പ്രകാരം മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ കടന്നുവരവ് 1915 അദ്ദേഹം ഇന്ത്യയിലോട്ട് എത്തുന്നു. സത്യാഗ്രഹം എന്നൊരു പുതിയ മെത്തേഡ്, മാസ് അജിറ്റേഷൻ, നോൺ വയലൻസിൽ ഉൾപ്പെടുന്ന സത്യത്തിന് വേണ്ടി ഉൾക്കൊള്ളുന്ന ഒരു പ്രതിഷേധവുമായി ഗാന്ധിജി എത്തുകയാണ്. ഓക്കെ, അപ്പോ ഇനി ഗാന്ധിജി വന്നതിന് ശേഷം പ്രധാനമായിട്ട് നടത്തിയ 3 സത്യാഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പരിപാടികളാണ് ഈ പറയുന്ന 3. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ബീഹാറിലാണ് കേട്ടോ ഈ പറയുന്ന ചമ്പാരൻ എന്ന് പറയുന്ന പ്ലേസ് ഉള്ളത്. അവിടുത്തെ നീലം കർഷകർ എന്ന് പറയും. അതായത് പണ്ട് വസ്ത്രങ്ങൾക്ക് കളറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇൻഡിഗോ. ഇൻഡിഗോ കളർ നമുക്കറിയാം. അപ്പൊ ആ കളറിങ്ങിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സംഭവമാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. പിന്നീടാണ് ആർട്ടിഫിഷ്യൽ ഡൈസ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ ഇൻഡിഗോ ഫാർമേഴ്സിന് ഉള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഓഫ് 1916 എന്ന് അറിയപ്പെടുന്നത്. ടെക്സ്റ്റിൽ 1915 അവിടെ പോയെന്നാണ്, ശരിക്കും 1916 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അതേപോലെ ഗുജറാത്തിലെ ഖേദ കർഷകർക്ക് അവർക്ക് ടാക്സ് റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ടിയിട്ട് അവിടെ അദ്ദേഹം 1917 വേറൊരു സത്യാഗ്രഹവും നടത്തിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്താണ് 1918 നടത്തിയിട്ടുള്ള അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതായത് ആ ടൈമിൽ അവിടെ ഒരു പ്ലേഗ് വരികയും ജനങ്ങൾക്ക് പ്ലേഗ് ബോണസ് കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് ആൾക്കാർ പണിക്ക് വരാൻ വേണ്ടിയിട്ട് സാലറി കൂട്ടി കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പ്ലേഗ് കുറഞ്ഞപ്പോൾ നേരെ പഴയ പോലെ സാലറി കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതിനെതിരെ ഗാന്ധിജി അവിടെ എന്ത് ചെയ്തു, സ്ട്രൈക്ക് നടത്തുകയാണ്. ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു 35% എന്ത് ചെയ്തിട്ടുണ്ടായി, അവർക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, ഗാന്ധിജി ഇന്ത്യയിലോട്ട് വന്നതിന് ശേഷം പ്രധാനമായി നടത്തിയ 3 പ്രക്ഷോഭങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം ഓഫ് 1916, ഖേദ സത്യാഗ്രഹം ഗുജറാത്ത് 1970, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ഓഫ് 1918 എന്ന് ഉള്ളത് ഓർത്തിരിക്കാം. ഇനി അതിനുശേഷം ഒരു നാഷണൽ വൈഡ് സത്യാഗ്രഹം നടത്താനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അപ്പോ അത് അദ്ദേഹം ഏതിനെതിരെയാണ് നടത്തിയത്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന 1919 ഇറക്കിയിട്ടുള്ള ഒരു നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു സത്യാഗ്രഹം എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പൊ ഈ റൗലറ്റ് ആക്ട് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആരെയും എന്ത് ചെയ്യാം, ഒരു 2 വർഷം വരെ വിചാരണ കൂടാതെ തടവിലിടാനുള്ള ഒരു നിയമമായിരുന്നു എന്ത്, ഈ പറയുന്ന റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അനാർക്കിയൽ ആൻഡ് ക്രൈംസ് ആക്ട് എന്നും ഈ പറയുന്ന റൗലറ്റ് ആക്ടിനെ അറിയപ്പെടുന്നു. ഓക്കെ, റൗലത്ത് എന്ന് പറയുന്ന ജഡ്ജെങ്ങാണ്ടാണ് ഇത് പാസ്സാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ റൗലറ്റ് ആക്ട് എന്ന് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ 2 വർഷം വരെ വിചാരണ കൂടാതെ ചെയ്ത കുറ്റത്തിന് അതിന് വിസ്താരമൊന്നുമില്ലാതെ 2 കൊല്ലം വരെ ജയിലിലിടാവുന്ന ഒരു സംഭവമാണ് റൗലറ്റ് ആക്ട്. ഓക്കെ, നമ്മളുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെയും അല്ലെങ്കിൽ അതായത് സമരം ചെയ്യുന്നവരെയൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി മനഃപൂർവ്വം, അതായത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആയിട്ടുള്ള ഒരു റൂൾ തന്നെയാണ് എന്ത് ഈ പറയുന്ന റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്തു, ഒരു നാഷണൽ വൈഡ് ഹർത്താൽ തന്നെ ഓർഗനൈസ് ചെയ്തു April 6 കേട്ടോ. ഇനി റാലീസ് ഓർഗനൈസ് ചെയ്തു. വർക്കേഴ്സ് എന്താ ചെയ്തു, സ്ട്രൈക്ക് പോയി റെയിൽവേ ഷോപ്പുകളിൽ, അതേപോലെ തന്നെ ഷോപ്പുകളൊക്കെ അടച്ചിട്ടു ഇതിന്റെ ഭാഗമായിട്ട്. ഇനി അപ്പൊ ഇങ്ങനെ വന്നതിനപ്പോ ടെലികമ്മ്യൂണിക്കേഷനും റെയിൽവേയിലേക്ക് കൂടെ കാര്യങ്ങൾ സപ്ലൈക്കൊന്നും വരില്ല എന്നൊക്കെ ഒരു ധാരണ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ സത്യാഗ്രഹത്തിനെ അടിച്ചമർത്താനായിട്ടുള്ള പരിപാടികൾക്ക് നീങ്ങി. അതിനു വേണ്ടിയിട്ട് അവർ ലോക്കൽ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു, ഗാന്ധിജിയെ ന്യൂഡൽഹിയിൽ എൻട്രി ചെയ്യുന്നതിൽ നിന്നും വിലക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഇനി ഒരു സമരം, അതായത് സമാധാനപൂർവ്വം നടന്നൊരു റാലിയെ പോലീസ് എന്ത് ചെയ്തു, വെടിവെച്ചു. അത് പീപ്പിൾ എന്ത് ചെയ്തു, ബാങ്കിന് അറ്റാക്കിലോട്ടും കാര്യങ്ങൾക്ക്, അത് സമാധാനപരമായി നടന്ന റാലിക്കെതിരെ പോലീസുകാർ വെടിവെച്ചതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ അതിൽ പ്രക്ഷുബ്ധരായിട്ട് ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും റെയിൽവേ സ്റ്റേഷനുകളും അറ്റാക്ക് ചെയ്തു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു മാർഷ്യൽ ലോ, അതായത്
പട്ടാള നിയമം എന്നൊക്കെ പറയില്ലേ, മാർഷ്യൽ ലോ എന്ത് ചെയ്തു അവിടെ ഇമ്പോസ് ചെയ്തു. ആര്? ജനറൽ ഡയർ എന്ന് പറയുന്ന വ്യക്തി. അവിടെ മാർഷ്യൽ ലോ. ശരിക്കും ടെക്സ്റ്റിലെ ജനറൽ ഡയറും അവിടെ മൈക്കിൾ ഒ ഡയർ, പഞ്ചാബിൽ ആ ടൈമിലത്തെ ഗവർണർ ആയിരുന്നു മൈക്കിൾ ഒ ഡയർ എന്ന് പറയും. അവിടെ നമ്മൾ ജാലിയൻവാല ബാഗിനെ പറ്റി ഇനി പറയും. അപ്പോൾ അവിടെ വെടിവെപ്പ് നടത്തിയ ആളാണ് ആര്? ജനറൽ ഡയർ എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ അതില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോ ജനറൽ ഡയർ അവിടുത്തെ പട്ടാളത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ 13 ഏപ്രിൽ 13 ഏപ്രില് ഫേമസ് ആയിട്ടുള്ള ഇൻഫേമസ് ആയിട്ടുള്ള ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് നടക്കുകയാണ്. അതായത് അമൃതസറിലാണ് ഈ സംഭവം. അവിടെ കുറച്ച് ആൾക്കാർ ഈ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന ആ മൈതാനിയില് അവിടെ ഇല്ല, സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ മാലിക് എന്ന് പറയുന്ന രണ്ടാൾക്കാര് ഈ പറഞ്ഞ പീസ്ഫുൾ ആയിട്ട് നടന്ന ഈ ഒരു റാലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അവരെ പിടിച്ചതിൽ അവിടെ ഒരു ചർച്ച, ഒരു സമ്മേളനം നടത്തുകയായിരുന്നു. അതിനെതിരെ പ്രക്ഷോഭിച്ച് സമാധാനപരമായിട്ടൊരു മീറ്റിംഗ് കൂടുകയായിരുന്നു. അതുകൂടാതെ ആ സ്ഥലത്ത് തന്നെ വൈശാഖി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു യുദ്ധ നിയമം അല്ലെങ്കിൽ മാർഷ്യൽ ലോ അവിടെ നടപ്പാക്കിയത് അറിയാതെ തന്നെ ഈ വൈശാഖി ഫെസ്റ്റിവലിലും പങ്കെടുക്കാൻ കുറേയധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മേജർ ഡയർ അവിടേക്ക് ചെല്ലുകയും എക്സിറ്റുകളെല്ലാം അടച്ച് തുരിതര വെടിവെക്കുകയും ചെയ്തു. ഈ ഒരു ഇൻഫേമസ് ആയിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾ ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് എന്ന് അറിയപ്പെടുന്നത്. വളരെയധികം ആൾക്കാർ മരണത്തിന് വഴിതെളിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായി ജനങ്ങൾ എന്ത് ചെയ്തു, നോൺ വയലൻസിന്റെ ഭാഗം വിട്ടു വയലൻസിലോട്ട് തിരിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, സത്യാഗ്രഹം പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോ റൗലറ്റ് നിയമത്തിനെതിരെ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചെങ്കിലും ഈ ജാലിയൻവാല ബാഗിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ എന്തിലോട്ട് തിരിഞ്ഞു, നോൺ വയലൻസിന്റെ ഭാഗത്തിലോട്ട് തിരിഞ്ഞപ്പോൾ ഗാന്ധിജി അത് കോൾ ഓഫ്, അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അപ്പൊ അതിൽ നിന്ന് പിന്നെ ഗാന്ധിജിയെ നോക്കി മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ റൗലറ്റ് സത്യാഗ്രഹം കൂടുതലും സിറ്റികളിലും ടൗണുകളിലും മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഗ്രാമങ്ങളിലോട്ട് അത്രമാത്രം എത്തിയിരുന്നില്ല എന്നുള്ളത് ഗാന്ധിജിക്ക് മനസ്സിലായി. അതേപോലെ ഗാന്ധിജി പിന്നെ മനസ്സിലാക്കിയതാണ് ഒരു ബ്രോഡ് ബേസ് ആയിട്ടുള്ള, അതായത് കുറേ പേരെയും കൂടി ഇനി ഉൾപ്പെടുത്തി മാസ് രീതിയിലുള്ള ഒരു അജിറ്റേഷൻ ആണ് നമുക്ക് ആവശ്യമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. പക്ഷേ അത് നടത്തണമെങ്കിൽ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ ഒത്തുനിന്നാൽ മാത്രമാണ് അത് പോസിബിൾ ആവുകയുള്ളൂ. അതാണ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഹിന്ദുസിനെയും മുസ്ലിംസും ഒരുമിച്ച് നിൽക്കാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാസമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്രക്ഷോഭം നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് ഗാന്ധി മനസ്സിലാക്കി. അതേ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മളുടെ ഒട്ടോമൻ തുർക്കി എന്ന് പറയുന്നത്, ടർക്കി എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും, ടർക്കിഷ് എംപയറിലെ അത് മുസ്ലിം ഒരു എംപയർ ആയിരുന്നു. പക്ഷെ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് ബ്രിട്ടന്റെ കീഴിലോട്ട് വരുന്നു. അപ്പോൾ അവിടുത്തെ ഹെഡായിരുന്നു ഖലീഫ, അതായത് മുസ്ലിങ്ങളുടെ റിലീജിയസ് ഹെഡായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഖലീഫ. പുള്ളിനെ ഓവർത്രോ ചെയ്യാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് ബോംബെയിൽ ഒരു കമ്മിറ്റി തുടങ്ങി, ഖിലാഫത്ത് കമ്മിറ്റി. അത് സ്റ്റാർട്ട് ചെയ്തത് അലി ബ്രദേഴ്സ് എന്ന് പറയും, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ട് 1919 ബോംബെയിലാണ് അതിനെതിരെ എന്ത് ചെയ്തു, ഒരു ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അവര് ഗാന്ധിജിയെ പോയി കാണുകയും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഗാന്ധിജിയോട് ഈ ഒരു യൂണിഫൈഡ് മൂവ്മെന്റ്, നമുക്ക് ഒരുമിച്ച് നിന്നൊരു മൂവ്മെന്റിലോട്ട് തുടങ്ങിയാൽ പറ്റുമോ എന്നുള്ള ആശയം വെക്കുകയും ഗാന്ധിജി അതിന് എന്തായാലും അവസരമായി മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ ആ ടൈമിൽ വരികയും ചെയ്തു. അപ്പോൾ അതാണ് ഇവിടത്തെ കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഇനി അതേപോലെ തന്നെ ഗാന്ധിജിയുടെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത്. അതിൽ ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ബ്രിട്ടീഷ് ഭരണം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമ്മളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സപ്പോർട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടുത്തെ ഭരണം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലൂടെ ഗാന്ധിജി പറയാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നോൺ കോർപ്പറേഷൻ നടത്തണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയാണ്. അതും ഇത് ഒറ്റയടിക്കല്ല, പല സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ നോൺ കോർപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, സറണ്ടർ, കുറെ ആൾക്കാർ എന്ത് ചെയ്തു, അതായത് ഈ സർ പദവി അങ്ങനെയൊക്കെയുള്ള കുറെ ടൈറ്റിലുകളുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്തു, ടൈറ്റിലുകളൊക്കെ എന്ത് ചെയ്തു, അവര് സറണ്ടർ ചെയ്തു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, അതായത് ബോയ്ക്കോട്ട് ഓഫ് സിവിൽ സർവീസ്, അതായത് ഗവൺമെന്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അതിൽ നിന്ന് മാറുക, ആർമി പോലീസിൽ നിന്നൊക്കെ രാജിവെക്കുക. ഓക്കെ, പക്ഷെ ഈ ഒരു ഇതിനോട് കോൺഗ്രസിനോട്, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനക്ക് ആദ്യം ഇത്തിരി ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം
ഈ ഒരു പ്രശ്നം ഒരു വയലൻസിലോട്ട് നീങ്ങുമോ എന്നുള്ളൊരു പേടി ആർക്ക് ഉണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ഒരു ബോയ്ക്കോട്ട് വയലൻസിലോട്ട് നീങ്ങുമോ എന്നൊരു പേടി കോൺഗ്രസിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ 1920 എന്തും നടക്കാൻ പോകുന്നുണ്ട്, കൗൺസിലിലോട്ട് ഒരു ഇലക്ഷനും നടക്കുന്നുണ്ട്. അതായത് നമുക്കൊരു 1909 ആയപ്പോഴും ഇവരുടെ നിയമനിർമ്മാണ സഭയിലോട്ട് നമ്മളെയൊക്കെ പയ്യെ ഉൾപ്പെടുത്താനായിട്ടൊക്കെ തുടങ്ങി. ശരിക്കും പക്ഷെ അതൊരു വിഭജിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് പല റിസർവേഷൻ സീറ്റുകളും കൊടുത്തിട്ട് ഓരോരുത്തർക്കും ഇലക്ഷനിലോട്ട് എന്താണ് ഇവരുടെ നിയമനിർമ്മാണ സഭയിലോട്ട് ഇലക്ഷനൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങി. അങ്ങനെ 1920 അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇലക്ഷൻ നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ഈ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ നാഗ്പൂരിൽ വെച്ച് നടന്ന 1920 സമ്മേളനത്തിലെ നോൺ കോർപ്പറേഷൻ നടത്താനായിട്ട് എന്ത് കിട്ടി? സാങ്ഷൻ കിട്ടുകയാണ്. അങ്ങനെ ഇനി ഓർത്തിരിക്കും, ഈ തുടക്കകാലത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നു, ഈ ഡിസംബറിലെ അവസാനത്തെ 3 ദിവസമാണ് എന്ത് ചെയ്യുക, ഈ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ കൂടുക. 28, 29, 30 ആ ദിവസങ്ങളിലൊക്കെയാണ് നടത്താം. 20 അത് നടത്തിയാൽ അത് ഓട്ടോമാറ്റിക്കലി ഏത് വർഷമായിരിക്കും വരാം? 1921 വിഗാൻ ചെയ്തു. വേരിയസ് സോഷ്യൽ ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിയിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ ഓരോരുത്തർക്കും സ്വരാജ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മീനിങ് ഡിഫറെന്റ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. അതിനെ പറ്റിയാണ് നമ്മളപ്പോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങള് ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ സഹകരണത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് ഭരണം ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഗാന്ധിജി? ഈ നമ്മളുടെ ഈ പറയുന്ന വലിയ ടൈറ്റിലുകൾ സറണ്ടർ ചെയ്യുക, അവരുടെ ഓഫീസുകളിൽ നിന്ന് രാജിവെക്കുക തുടങ്ങിയ ആഹ്വാനങ്ങളൊക്കെ നടത്തി. അതിന്റെ ഭാഗമായി കോൺഗ്രസ് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് ഒരു നാഷൻ വൈഡ് രീതിയിൽ എന്ത് ചെയ്യുന്നു? അനുമതി കൊടുത്തു. ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പും എങ്ങനെയാണ് നോൺ കോർപ്പറേഷന്റെ ഐഡിയയെ സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. ടൗണുകളിലെ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ടൗണുകളിലെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് പറയാം. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയി. അതേപോലെ തന്നെ ടീച്ചർമാർ എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ലോയേഴ്സ് അവരുടെ ലോ പ്രൊഫഷൻ, ലീഗൽ പ്രാക്ടീസസ് വിട്ട് പുറത്തു വന്നു. ഇനി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1920 ആ കൗൺസിൽ ഇലക്ഷനുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ബോയ്ക്കോട്ട് ചെയ്തു. എക്സെപ്റ്റ് മദ്രാസ് പ്രവിശ്യയിലെ മാത്രം എന്ത് ചെയ്തു? ഇലക്ഷൻ നടന്നു. കാരണം അവിടെ ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇലക്ഷനിൽ നിന്നു. ഈ ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്നത് നോൺ ബ്രാഹ്മിൺ ആൾക്കാരുടെ ഒരു പാർട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ടൈമിലൊക്കെ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയെ പറ്റി ഈ ബ്രിട്ടീഷുകാർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്ത് ചെയ്യുക, ഇവർ ഈ വിഭജിച്ച് ഭരിക്കാനായിട്ട് ഇതേപോലെയുള്ള റിസർവേഷൻ ഇത് സെറ്റപ്പുകളൊക്കെ എന്ത് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി കൊടുത്താൽ തന്നെ എന്ത് ചെയ്യുക, അവർ ഓട്ടോമാറ്റിക്കലി തല്ലുണ്ടാക്കി ഇത് നിന്നോളും. പക്ഷെ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി കുറേയും സഹിച്ചിട്ടുള്ള ടീംസ് ആയിരിക്കും ഈ ജസ്റ്റിസ് പാർട്ടിയിലുള്ള ആൾക്കാർ. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പ്രശ്നങ്ങളെ വളരെയധികം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ ജസ്റ്റിസ് പാർട്ടിയിൽ ഫോം ചെയ്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് അവർ ബിലീവ് ചെയ്തതെന്ന് വെച്ചാൽ ഭരണം കിട്ടിയാൽ, അതായത് ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് എത്തിയാൽ മാത്രമാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ഇലക്ഷൻ നടത്തിയത്. ബാക്കിയുള്ള 1920 എല്ലാ ഇലക്ഷൻസും എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. അതേപോലെ തന്നെ ഫോറിൻ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ അത് നിരോധിക്കുക. ലിക്കർ ഷോപ്പുകളെല്ലാം എന്ത് ചെയ്തു? തടഞ്ഞു. ഫോറിൻ ക്ലോത്ത് ഒക്കെ വലിയ ബോൺ ഫയർസ് വെച്ച് പബ്ലിക്കായിട്ട് കത്തിക്കുകയൊക്കെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് 1921-22 ശരിക്കും ഈ ഇമ്പോർട്ടിന്റെ ഒക്കെ അളവ് വളരെയധികം, നേരെ പകുതിയായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ കച്ചവടക്കാരൊക്കെ ഫോറിൻ ഗുഡിലും അതേപോലെ ഫോറിൻ കച്ചവടമൊക്കെ എന്ത് ചെയ്യുക? വേണ്ടാന്ന് ചെയ്യാതിരുന്നു. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യൻ ഹാൻഡ്ലൂമും ടെക്സ്റ്റൈലും നല്ല രീതിയിൽ വികസിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇത് അധിക നാളും നീണ്ടു നിന്നില്ല. കാരണം എന്താണ്? ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമായിരുന്നു എന്തെങ്കിലും ഒരു നോൺ കോർപ്പറേഷൻ ടൗണുകളിൽ വിജയിക്കുള്ളായിരുന്നു. അതായത് ഗവൺമെന്റ് സ്കൂൾ വിട്ടിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് വേറെ വിദ്യാലയങ്ങൾ വേണമായിരുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇവിടെ അതിനനുസരിച്ച് പഠിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമായിരുന്നു. അതേപോലെ ലീഗൽ പ്രൊഫഷൻ വിട്ടുവരുന്നവർക്ക് ഇവിടെ ചെയ്യാനായിട്ട് വേറെ സ്ഥാപനങ്ങൾ വേണമായിരുന്നു. ഇതൊന്നും ആ ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഇറങ്ങിപ്പോകുന്നവർ തിരിച്ച് അങ്ങോട്ടേക്കൊക്കെ കയറാനായിട്ട് തുടങ്ങി. വേറൊരു കാരണം എന്ന് പറയുന്നത് ഖാദിയുടെ വിലയായിരുന്നു. ഖാദി അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിരുന്നു. സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യുന്നൊരു കാരണവും ഒരു വസ്തു ആയിരുന്നില്ല. ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ടൗണുകളിൽ ഇതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇനി അടുത്തത് ഗ്രാമങ്ങളിലെ, കൺട്രി സൈഡിലെ നമുക്ക്
സ്വരാജ് എന്നുള്ള ആശയം അവരെങ്ങനെയാണ് ഗാന്ധിജിയുടെ അല്ലെങ്കിൽ നോൺ കോർപ്പറേഷനെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒരു ഗ്രാമം അവധ് എന്ന് പറയുന്ന ഗ്രാമത്തെ പറ്റിയാണ്. അവിടുത്തെ പെസൻസിനെ പറ്റിയാണ്. അവിടെ ഈ പെസൻസിനെ ലീഡ് ചെയ്തിരുന്ന വ്യക്തിയാണ് ബാബ രാമചന്ദ്ര എന്ന് പറയുന്ന വ്യക്തി. ഇവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് താലൂക്ക് ദാസിനെയും ലാൻഡ് ലോഡ്സിനും എതിരെയായിരുന്നു. അപ്പോ ഇവിടെ ഇവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് താലൂക്ക് ദാസിൽ നിന്നും ലാൻഡ് ലോഡുകളിൽ നിന്നുമുള്ള മോചനമായിരുന്നു. അല്ലെങ്കിൽ ഇവർ ചുമത്തിയിരുന്ന ഹൈ റവന്യൂ, അതേപോലെ അവരുടെ ഈ പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ ലാൻഡ് ലോഡിന്റെ പറമ്പിൽ ഇവർ ചെയ്തിരുന്ന ഒരു പണിയാണ് ബെഗാർ എന്നറിയപ്പെട്ടിരുന്നത്. അതായത് കാശ് വാങ്ങാതെ, കാശ് കൊടുക്കാതെ, മലയാളത്തിൽ വിഷ്ടി എന്ന് പറയും പണ്ട് കാലത്ത്. അതായത് കാശില്ലാതെ പണിയെടുപ്പിക്കുന്ന രീതിയാണ് എന്ത്, വിഷ്ടി അല്ലെങ്കിൽ ബെഗാർ എന്നറിയപ്പെടുന്നത്. അതേപോലെ ഇവർക്ക് കാശ് കൊടുക്കാതിരിക്കുക, ലീസിന് കൊടുത്ത ഇവരുടെ സ്ഥലത്തിന് മേൽ ഇവർക്ക് ഒരു അധികാരം ഇല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയായിരുന്നു ഇവരുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഓർത്തിരിക്കണം നായ് ദോബി ബന്ദ് എന്ന് പറയുന്ന ഒരു പരിപാടി അവധില് ഓർഗനൈസ് ചെയ്താണ്. ഇത് പ്രകാരം എന്ത് ചെയ്തു, പഞ്ചായത്ത്, ഈ നൈദോബി ഓർഗനൈസ് ചെയ്ത അവിടുത്തെ പഞ്ചായത്തുകളാണ് ഈ നമ്മുടെ ഈ പറഞ്ഞ ലാൻഡ് ലോഡുകൾക്കും താലൂക്ക് ദാസിനും ആവശ്യ സർവീസുകളൊക്കെ ബ്ലോക്ക് ചെയ്തു. അതായത് ബാർബറിനെയും അതേപോലെയുള്ള ആൾക്കാരുടെ സർവീസ് ഒക്കെ അവർക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ബന്ദ് പരിപാടിയാണ് നായ്ദോബി. അവധിലെ കർഷക പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ശേഷം 1920 ജവഹർലാൽ നെഹ്റു ഇവിടെ എത്തുകയും ബാബ രാമചന്ദ്രയും ചേർന്നിട്ട് ഔദ് കിസാൻ സഭ എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പോ ഔദില് ഒരു കിസാൻ സഭ, ജനങ്ങളെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ്, സംഘബലം ആണല്ലോ ഏറ്റവും വലിയൊരു സംഭവം. ഒറ്റക്ക് നിൽക്കുന്നതിനേക്കാൾ ബലം കൂട്ടായി നിൽക്കുന്നതിലാണ്. അപ്പോ 1920 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തില് ബാബ രാമചന്ദ്രയും ചേർന്ന് ഔദ് കിസാൻ സഭ ഫോം ചെയ്തു. ഇതിനൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല, ഞാൻ എഴുതിയൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഔദ് കിസാൻ സഭ ഫോം ചെയ്തത് ആര് എന്നുള്ളത്. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോ ആസ് മൂവ്മെന്റ് സ്പ്രെഡ് ഇറ്റ് ഡീവിയേറ്റഡ് ഫ്രം ദ നോൺ വയലൻസ് പാത്ത്. ഓക്കെ, അപ്പോൾ പിന്നീട് 1920 നോൺ കോർപ്പറേഷന്റെ ഐഡിയ വന്നപ്പോൾ ഒരു 300-ലധികം ഇതേപോലെ ഇവരുടെ സഭകൾ ഈ പറയുന്ന സ്ഥലത്ത് രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെ ഏകീകരിച്ചാൽ മാത്രം മതിയായിരുന്നു ആ ടൈം ആയപ്പോൾ കൂടി. പക്ഷേ നോൺ വയലൻസിന്റെ പാത്തിൽ നിന്ന് പ്രക്ഷോഭം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തെറ്റി മാറാനായിട്ട് തുടങ്ങി. ഓക്കെ, അത് ഗാന്ധിജിയുടെ പേരിൽ എന്ത് നടന്നു, ഗാന്ധിജി പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ, ലാൻഡ് ലോഡ്സിന്റെ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കി നമ്മുടെ ഇടയിൽ തന്നെ വീതിക്കണമെന്നും ടാക്സ് കൊടുക്കണമെന്നൊക്കെ ഗാന്ധിജി പറഞ്ഞു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഗാന്ധിജിയുടെ പേരിൽ അവിടെ വയലൻസിന്റെ പ്രക്ഷോഭങ്ങൾ നടക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ട്രൈബൽ പീപ്പിൾ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്വരാജിന്റെ ആശയം സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്ന ഏരിയയാണ് ഗുഡം ഹിൽസ് എന്ന് പറയുന്നത്. ഗുഡം ഹിൽസ് ഓഫ് ആന്ധ്രാപ്രദേശ് ആണ് നമ്മൾ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒളിപ്പോരാട്ടമാണ് അവിടെ നടന്നത്. മിലിറ്റന്റ് ഗൊറില്ല മൂവ്മെന്റ് ആണ് ഈ സ്ഥലത്ത് നടന്നിരുന്നത്. അത് ഇവരുടെ ലീഡറായിട്ട് വന്ന വ്യക്തിയാണ് അല്ലൂരി സീതാറാം രാജു എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഡം ഹിൽസ് ഓഫ് നമ്മളുടെ ആന്ധ്രാപ്രദേശ്, അവിടുത്തെ ഇവരുടെ ലീഡർ ആയിരുന്നു ട്രൈബൽ പീപ്പിളിന്റെ അല്ലൂരി സീതാറാം രാജു എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇദ്ദേഹത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിഗർ ആയിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഒരു സന്യാസിയാണ്. അദ്ദേഹം ഒരു ആൾക്കാരെ ഹീൽ ചെയ്യാനും അതേപോലെ മരിക്കില്ല എന്നൊക്കെ ഒരു കൺസെപ്റ്റില് ജനങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഗാന്ധിജിയും നോൺ കോർപ്പറേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സമാധാനത്തിലൂടെ ഒരിക്കലും വിജയം നേടിയെടുക്കാൻ പറ്റില്ല, സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റില്ല, നോൺ വയലൻസിൽ കൂടെ തന്നെ പറ്റുള്ളൂ എന്നുള്ളൊരു ആശയക്കാരനായിരുന്നു അദ്ദേഹം. അതേപോലെ മിലിറ്ററി, അതായത് ഈ പറഞ്ഞ ഒളിപ്പോരാട്ടങ്ങളൊക്കെ നടത്തി അങ്ങനെ 1924 അദ്ദേഹത്തിനെ പിടിക്കുകയും തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് അല്ലൂരി സീതാറാം രാജു ഓഫ് ഗുഡം ഹിൽസ് ട്രൈബൽ പീപ്പിളിന് നേതൃത്വം കൊടുത്ത ആളാണ്. ഓക്കെ, ഇനി അതേപോലെ ബാബ രാമചന്ദ്ര ഔദിലെ ആളാണ്. ഔദ് കിസാൻ സഭ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഏരിയസ്. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമുക്ക് പ്ലാന്റേഷൻ. റബ്ബർ പ്ലാന്റേഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് പ്രധാനം ഇൻഡിഗോ പ്ലാന്റേഷൻസ് ആണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ഇനി അവിടുത്തെ ജനങ്ങൾക്ക് സ്വരാജ് എന്നുള്ള ഐഡിയ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്ലാന്റേഷന്റെ അകത്ത് നിന്ന് ഫ്രീലി പോകാനും വരാനും അവരുടെ നാടുമായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സ്വരാജ്, ഫ്രീഡം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യില്ലായിരുന്നു, ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെർമിഷൻ ചോദിച്ചാലേ വിടുള്ളായിരുന്നു. അങ്ങനെ പെർമിഷൻ പക്ഷെ അവര് കൊടുക്കുകയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ ഈ കോൾ എത്തിയപ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ പ്രക്ഷോഭം, പലരും എന്ത് ചെയ്തു, ഈ നോൺ കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്വരാജ് എന്നുള്ള പ്രഖ്യാപനം കേട്ടപ്പോൾ ഇത് വിട്ട് പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. പക്ഷെ പലരും അവരുടെ സ്ഥലങ്ങളിൽ എത്തിയില്ല. പലരെയും പോലീസ് പിടിച്ചു മർദ്ദിക്കുകയും കൊലപ്പെടുകയൊക്കെയാണ് ചെയ്തത്.
Their visions were not defined by the Congress, but they interpreted it. ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയാം. ഈ 3 പേര് നമ്മൾ ചർച്ച ചെയ്തരും എന്തായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് എന്ന് പറയുന്ന ആശയം 3 തരത്തിലുള്ളതായിരുന്നു. പക്ഷെ അവർ ഓരോ തവണയും നമ്മളുടെ ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ലോക്കൽ ഏരിയയിൽ നിന്നും മാറി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലോട്ട് ഒരു കടന്നുവരവ് കൂടി ആയിരുന്നു എന്നുള്ളത് കൂടി നമ്മളിവിടെ മറന്ന് പോകാതെ നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്തതെങ്കിലും അത് പരക്കെ എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു മാസ് മൂവ്മെന്റിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം ഒരു പകുതി ഭാഗമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു ക്ലാസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.